നമസ്കാരം, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നല്ല കണ്ടംപററി ഡിസൈൻ വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് വരുന്നത് വട്ടിയൂർക്കാവിൻ്റെ അടുത്താണ്. വട്ടിയൂർക്കാവ് പുളിയൂർക്കോണത്തിൻ്റെ അടുത്ത് കാവിൽപ്പുറം എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഈ സ്ഥലത്തോട്ട് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് 3-4 എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് പേയാട് വഴി നമുക്ക് വരാനുള്ള വഴികളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വട്ടിയൂർക്കാവ് വഴി നമുക്ക് കാവിൽപ്പുറം എത്താനുള്ള വഴികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം, ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം ആയിട്ട് പണി ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ കണ്ടംപററി ഡിസൈൻ വരുന്ന ഒരു വീടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എക്സ്റ്റീരിയർ ലുക്കായാലും അതുപോലെ ഇൻറ്റീരിയർ ലുക്കായാലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ ഒരു വീട് തന്നെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഒരു 3D ഡിസൈനും അതുപോലെ തന്നെ ഒരു കേബിൾ റൂഫും ഗ്ലാഡിങ് ടൈൽസും കാര്യങ്ങളെല്ലാം നമുക്ക് എക്സ്റ്റീരിയർ ലുക്കിൽ വന്നുകൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു വീട് തന്നെയാണ്. തൊട്ടടുത്തായിട്ട് നമുക്ക് വേറെ വീടുകളൊക്കെ പണി ചെയ്ത് വരുന്നുണ്ട്. റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. ഫ്രണ്ടേജ് നമുക്ക് ടാറിട്ട ഫ്രണ്ടേജ് തന്നെയാണ് വരുന്നത്. ലോറി സൈറ്റാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് വരുന്നത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് 11 കിലോമീറ്ററും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 15 കിലോമീറ്ററിനും അകത്താണ് നമുക്ക് ഒരു വീട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമുക്ക് ഈ ഒരു വീട് നമുക്ക് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഇതാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് വാളും കാര്യങ്ങളൊക്കെ വരുന്നത്, കോമ്പൗണ്ട് വാള് കാര്യങ്ങൾ വരുന്നത്. അപ്പുറത്തൊക്കെ നമുക്ക് പണി നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റുകളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കുറച്ച് ഡീറ്റെയിൽസോടെ നമുക്ക് കിടക്കാം. 4 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ കണ്ടംപററി ഡിസൈനിൻ്റെ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ടേജ് നമുക്ക് ഇത്രയും എൻട്രൻസ് നമുക്ക് വരുന്നത്, ഇത്രയും വൈഡായിട്ടുള്ള ഒരു എൻട്രൻസാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വലിയ നമുക്ക് കാറ് കാര്യങ്ങളൊക്കെ ഉള്ളവർക്കായാലും നമുക്ക് സുഖമായിട്ട് വീടിനകത്തോട്ട് കയറി വരാൻ തക്കമായിട്ടുള്ള എൻട്രൻസ് കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് വീടെല്ലാം പണി ചെയ്ത് തീർത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്കൊരു 2 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടേജിൽ വന്നിട്ടുണ്ട്. 2 കാർ വരെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഫ്രണ്ടേജിൽ വന്നിട്ടുണ്ട്. അതെല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് നമുക്ക് അതുപോലെ തന്നെ സ്ലൈഡിങ് ഗേറ്റും അതുപോലെ തന്നെ ഫോൾഡിങ് ഗേറ്റുമാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണർ തന്നെയാണ്. കൂടാതെ പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് 2 കോർണറിലായിട്ട് നമുക്ക് ചെറിയ ഗാർഡൻ പ്രൊവിഷനൊക്കെ ഉൾപ്പെടെ നമുക്ക് ചെയ്ത് തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. 3D എലിവേഷൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഗ്ലാഡിങ് ടൈൽസ് ഒക്കെ ഉൾപ്പെടെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു ലുക്ക് നമുക്കിവിടെ കാണാൻ പറ്റും. സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമാക്കി തീർക്കുവാനായിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. ഈ കാണുന്നതാണ് അപ്പോൾ വീടിൻ്റെ സിറ്റ് ഔട്ട് നമുക്ക് വരുന്നത്. 8x4 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെക്ടാങ്കിൾ ഷേപ്പിൽ വരുന്ന ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഫ്രണ്ടേജ് തന്നെ നമുക്ക് വന്നിട്ടുള്ളത്. തൂണിൽ നമുക്ക് ഗ്ലാഡിങ് ടൈൽസ് വരുന്ന ടൈലും കാര്യങ്ങളാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ വിശാലമേറിയ ഒരു സിറ്റ് ഔട്ട്, മുകളിൽ നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറ്. ഫ്രണ്ട് ഡോർ നല്ല മനോഹരമായി തീർത്താണ് കംപ്ലീറ്റ് ആക്കി ചെയ്തിരിക്കുന്നത്. നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ഡോറിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഡോർ മുഴുവൻ നമുക്ക് പ്ലാവിൻ തടിയിലാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. നമുക്ക് നേരെ എൻ്റെ വീടിൻ്റെ ലിവിങ് ഏരിയയിലോട്ട് പോവാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമുക്ക് നേരെ ഉള്ളിലോട്ട് കയറുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയ ലിവിങ് ഏരിയ, 24x14 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ലിവിങ് ഏരിയയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഒരു എൽ ഷേപ്പ് മോഡലായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു TV യൂണിറ്റ് വിത്ത് പാർട്ടീഷൻ ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഫ്രണ്ടേജിൽ നമുക്ക് വന്നിട്ടുള്ളത്. ഒരു സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ നല്ല കൊടുത്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ TV യൂണിറ്റ് നമുക്ക് റൊട്ടേഷനായിട്ട് വരുന്ന TV യൂണിറ്റാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലോങ്ങിലും നോക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് നമുക്ക് മെയിൻ ഹാളിൽ വരുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വയ്ക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ സ്റ്റോറേജ് സ്പേസ്, സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് അത്യാവശ്യം CCTV കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഒരുക്കി തീർത്തുകൊണ്ട് തന്നെയാണ് നമുക്ക് അതിന് താഴെ നമ്മൾ സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് നല്ല മനോഹരമായി തീർത്തുകൊണ്ട് തന്നെയാണ് ഒരു ഏരിയ അവിടെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്.
അതുപോലെ പ്രൊഫൈൽ ലൈറ്റ് ചാനൽ, അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. പാർട്ടീഷൻ കഴിഞ്ഞ് ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് ഏരിയ വരുന്നത്. 12x10 ഡയമെൻഷൻ എന്ന നല്ല മനോഹരമായ ഒരു ഡൈനിങ് ഏരിയയാണ്. വിശാലമായ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ കജീരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോക്സ് വർക്കെല്ലാം ക്ലിയർ ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പം ബാക്കി നമുക്ക് സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് വന്നേക്കുന്നത്. ഒരു വാഷ് ബേസിൻ കൗണ്ടറും കാര്യങ്ങളെല്ലാം ഈ ഒരു കോർണറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് സ്മാർട്ട് മിററും. അതുപോലെ ജാഗോർ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സിനാണ് നമുക്ക് ഈ ഒരു വാഷ് കൗണ്ടർ ഏരിയയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു സംഭവം തന്നെയാണ് ഈ വാഷ് കൗണ്ടർ ഏരിയ അറേഞ്ച് ആക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ പാർട്ടീഷൻ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ബോർഡും കാര്യങ്ങളും തന്നെയാണ് വുഡൻ വർക്ക് ഫിനിഷ് പാറ്റേണിൽ കിട്ടാനായിട്ട് നമുക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന് ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് നമുക്ക് കിച്ചൺ വരുന്നത്. നമുക്കപ്പോൾ നേരെ കിച്ചണിലോട്ട് പോവാം. കിച്ചൺ നമുക്ക് ഒരു ഓപ്പൺ മോഡുലാർ രീതിയിൽ തന്നെയാണ് കിച്ചണിലെല്ലാം പണിതിട്ടുള്ളത്. എൻട്രൻസും കാര്യങ്ങളൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ കൊടുത്തുകൊണ്ട് നല്ല മനോഹരമായ ഒരു രീതിയിൽ തന്നെയാണ് കിച്ചണിൻ്റെ എൻട്രൻസ് ഒക്കെ വന്നിട്ടുള്ളത്. വാൾ പാനലും കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ നമുക്ക് താഴെ നമുക്ക് കൊടുത്തുകൊണ്ട് നല്ല ഒരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതെടുത്ത് പറയേണ്ട ഒരു കാര്യം, നമുക്കിവിടെ കിച്ചൺ പ്ലസ് വർക്ക് ഏരിയ ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നത്. കിച്ചൺ നമുക്ക് വരുമ്പോഴത്തേക്കും 10x10 ഡയമെൻഷൻ വരുന്ന ഒരു മനോഹരമായൊരു കിച്ചൺ. കളർ കോമ്പിനേഷൻ ഉൾപ്പെടെ നമ്മൾ നോക്കുവാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് കിച്ചണിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഒരു ചിമ്മിനി എല്ലാം ഇൻബിൽഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. മോഡുലാർ രീതിയിൽ തന്നെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചണിൻ്റെ വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. മുകളിലും താഴെയുമായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പണി ചെയ്ത് തീർത്തിട്ടുണ്ട്. താഴെ മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. വുഡൻ പാറ്റേണിലൂടെ ഫിനിഷ് വരുന്ന മാറ്റ് ഫിനിഷ് ആയ ടൈൽസും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടെ ചേർന്ന് തന്നെയാണ് നമുക്ക് വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയ നമുക്ക് 10x6 ഡയമെൻഷൻ വരുന്ന ഒരു വർക്ക് ഏരിയയാണ് നമുക്കിവിടെ ഉള്ളത്. അതും നമുക്ക് കിച്ചണിൻ്റെ ഒരു കളർ തീം തന്നെയാണ് ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിലും താഴെയുമായിട്ട് ഇതിനും നമുക്ക് സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഒരു അടിപൊളിയായിട്ടുള്ള സിങ്കും അതുപോലെ തന്നെ താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് വർക്ക് ഏരിയ കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീട് നമുക്കൊരു 4 ബെഡ്റൂം വരുന്ന ഒരു വീടാണ്. താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമുണ്ട്. നേരെ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമായ ഒരു റൂം നമുക്കിവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിംഗെല്ലാം തന്നെ കജേരയുടെ നല്ല ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്ക് നോക്കുമ്പോഴത്തേക്കും വുഡൻ പാറ്റേണിൻ്റെ ഫോൾ സീലിംഗ് വർക്കും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും ഉണ്ട് നമുക്ക് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂം നമുക്ക് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സിനാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സിനാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്. വോൾട്ടേജും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂമിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. മാറ്റ് ഫിനിഷ് ആയ ടൈൽസും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് താഴെ കംപ്ലീറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. നേരെ ഇനി വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ 2ാമത്തെ ബെഡ്റൂമാണ് ഈ കാണാൻ പോകുന്നത്. 12x13 ഡയമെൻഷൻ വരുന്ന നല്ല വലിയ റൂം തന്നെയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് യൂസ് ആക്കി ചെയ്യുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. വുഡൻ പാറ്റേൺ വരുന്ന ഫോൾ സീലിംഗും അതുപോലെ തന്നെ ഫാൻസി ലൈറ്റ്സും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമും വരുന്നത്. ക്വാളിറ്റി ബാത്റൂം ഫിറ്റിംഗ്സിനാണ് ഈ ഒരു ബാത്റൂമിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. സെറയുടെ നല്ല ഫിറ്റിംഗ്സിനാണ് ബാത്റൂം ഫിറ്റിംഗ്സിനായിട്ട് വന്നിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ തന്നെയാണ് ബാത്റൂമിൻ്റെ പണിയെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ളത്. നേരെ ഇനി വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തടിയും അതുപോലെ തന്നെ ഗ്ലാസ് വർക്കുമാണ് ചെയ്ത് കംപ്ലീറ്റ് ആയി ചെയ്ത് തീർത്തിട്ടുള്ളത്. സൈഡിലായിട്ട് നോക്കുമ്പോൾ പ്രൊഫൈൽ ലൈറ്റ് ചാനലെല്ലാം കൊടുത്തുകൊണ്ട് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു ഡെക്കറേഷൻ ഏരിയ നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ടെക്സ്ചർ വർക്ക് വരുന്ന പെയിൻറ്റിങ് കാര്യങ്ങളും കൊടുത്ത് ടോപ്പ് ലെവൽ വരെ നമുക്ക് ചെയ്തിരിക്കുന്ന ഒരു വോളാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഫർഗോള മോഡലായിട്ട് നമുക്കിവിടെ ഒരു ഏരിയ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫാൻസി ലൈറ്റ് ഹാങ് ചെയ്തുകൊണ്ട്
കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഏരിയയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വീടിനകത്ത് എപ്പോഴും വെളിച്ചവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. മുകളിൽ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഹാൾ, 2 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് ഫ്ലോർ പ്ലാനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ഹാള്. 18x12 നമുക്ക് ഡയമെൻഷൻ വന്നിരിക്കുന്നത്. കജേരിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വ്യൂ ആണ് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. വീട് 4 BHK ആണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ആദ്യത്തെ ബെഡ്റൂമിലോട്ടാണ് നമ്മൾ ഈ പോകുന്നത്. 12x12 ഡയമെൻഷൻ വരുന്ന ഒരു റൂം ഇവിടെ അവൈലബിൾ ആണ്. ഫ്ലോറിൽ കജേരിയുടെ നല്ല ക്വാളിറ്റി ടൈൽസിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും വുഡൻ പാറ്റേൺ വരുന്ന വർക്കും കാര്യങ്ങളും ചെയ്തുകൊണ്ട് സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു ബാത്റൂമാണ്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ 2ാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ 2ാമത്തെ ബെഡ്റൂം. 12x14 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ റൂമും ഈ ഒരു ഭാഗത്തുണ്ട്. അത് നമുക്ക് ഫ്ലോറിലെല്ലാം തന്നെ അടിപൊളിയായിട്ടുള്ള ഫ്ലോറ് കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു ഏരിയ. നമുക്ക് 2 വിൻഡോ വരുന്നത് നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള വിൻഡോസാണ് വരുന്നത്. ഈ റൂമിൽ നമുക്ക് ബാക്കിയുള്ള റൂമിനേക്കാൾ വെളിച്ചം നമുക്ക് കിട്ടുന്ന ഒരു റൂമാണ്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. 3D ഡിസൈനും കാര്യങ്ങളും നൽകിക്കൊണ്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നുണ്ട്. പാറ്റേൺ വരുന്ന ഫോൾ സീലിംഗ് വർക്ക്. അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ്സ് നമുക്ക് ഡെക്കറേഷനായിട്ട് കൊടുത്തിരിക്കുന്ന ഒന്നാണ്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു ബാത്റൂം തന്നെയാണിത്. അപ്പോൾ എല്ലാ ബാത്റൂംസും നമുക്ക് സെറയുടെ മെറ്റീരിയൽസ് അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളും നമുക്ക് താഴെ കൊടുത്തുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു വർക്ക് തന്നെയാണ് ബാത്റൂമിലെല്ലാം വന്നിരിക്കുന്നത്. ലാസ്റ്റ് കണ്ട റൂമിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ഓപ്പൺ ടെറസ് നമുക്ക് വരുന്ന അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു ഓപ്പൺ ടെറസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. പിന്നെ മുകളിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ടെറസിലോട്ട് കയറാനുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തു നിന്നാണ് നമുക്ക് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ തന്നെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഔട്ടും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഒരു വാഷിംഗ് മെഷീനൊക്കെ ഒതുങ്ങിയിരിക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് ആ ഒരു ഏരിയ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോവാം. അപ്പോൾ ഈ പോകുന്നതാണ് നമുക്ക് വീടിൻ്റെ മെയിൻ ബാൽക്കണി. 10x8 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാൽക്കണി തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. തറയിൽ നമുക്ക് ഫ്ലോറിങ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും കജേരിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമുക്ക് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഹാൻഡിൽസൊക്കെ തന്നെ നമുക്ക് തടിയും അതുപോലെ തന്നെ ഗ്ലാസ് വർക്കുമാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എല്ലാം നമുക്ക് തൊട്ടടുത്തെല്ലാം വീടുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഏകദേശം വീടുകളിലൊക്കെ നമുക്ക് ആൾ താമസവും കാര്യങ്ങളും തുടങ്ങി കഴിഞ്ഞ ഒരു ഏരിയ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരുന്ന നല്ല മനോഹരമായ 4.100 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം, ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഉൾപ്പെടെ വന്നിരിക്കുന്ന നല്ല മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വെറും 66 ലക്ഷമാണ്. തികച്ചും നെഗോഷ്യബിളാണ്. വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ട്രിവാൻഡ്രം ജില്ലയ്ക്കകത്ത് വട്ടിയൂർക്കാവിന് സമീപം നമുക്ക് കാവിൻപുറം എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു റേറ്റിന് നമുക്ക് ഒരു ഫെയർ പ്രൈസ് തന്നെയാണ് ഈ വീടുകളൊക്കെ ഈ ഒരു റേറ്റിന് നമുക്ക് കിട്ടുന്നത്. 66 lakhs 66 ലക്ഷമാണ്. തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. കസ്റ്റമേഴ്സ് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ വീടിനെ കുറിച്ചുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ ഞാൻ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക.